സംസ്ഥാനത്ത് കോഴി വളർത്തൽ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. ബ്രോയിലർ, ലെയർ, നാടൻ കോഴി, അലങ്കാരക്കോഴി എന്നിവ വളർത്തുന്ന ചെറുകിട ഇടത്തരം കർഷകരാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. കോഴിത്തീറ്റയുടെയും കോഴിക്കുഞ്ഞുങ്ങളുടെയും വിലക്കയറ്റവും അധികരിച്ച ചെലവുകളുമാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ 6 മാസത്തിനിടെ കോഴിത്തീറ്റയുടെ വിലയിൽ ചാക്കിന് 500 രൂപയിലധികം വർദ്ധിച്ച് 2500 രൂപയിലധികം വർധനയിലേക്കെത്തി. കോഴിക്കുഞ്ഞുങ്ങളുടെ വിലക്കയറ്റം, മരുന്ന്, വൈദ്യുതി, തൊഴിലാളി ചെലവുകൾ എന്നിവയിൽ ഉണ്ടായ ചെലവ് വർധന കർഷകരുടെ സാമ്പത്തിക നിലയെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കോഴി വളർത്തൽ മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി വിലയിരുത്തപ്പെടുന്നത് കോഴിത്തീറ്റയുടെ വിലക്കയറ്റമാണ്. ചോളം, സോയാബീൻ, സോയാ പിണ്ണാക്ക് തുടങ്ങിയ തീറ്റയുടെ പ്രധാന അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചതും ഇറക്കുമതി തടസ്സങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ആഗോള വിപണിയിലെ അനിശ്ചിതത്വവും ഇതിന് കാരണമായതായി മേഖലയിലെ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇൻഡിക്കേഷൻ വ്യവസ്ഥയിൽ കോഴി വളർത്തുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കിട്ടുന്ന വളർത്തുകൂലി അപര്യാപ്തമായി വരികയാണ്. ചകിരിച്ചോറിന്റെ വില വർദ്ധിപ്പിച്ചതും അനുബന്ധ സാധനങ്ങളുടെ വില വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട് ചെലവുകൾ വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സ്വന്തമായി വളർത്തുന്ന കോഴിക്കുഞ്ഞിനെ വാങ്ങി വലുതാക്കി വിൽപ്പന നടത്തുന്ന സ്വന്തമായി വളർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കോഴിത്തീറ്റയിലുണ്ടായ ഈ ഒരു വലിയ വിലവർദ്ധനവ് ഒരു 2 മാസത്തിനിടയ്ക്ക് 500 രൂപയോളം കൂടിക്കൊണ്ട് വലിയ തോതിലുള്ള വിലവർദ്ധന വന്നിരിക്കുകയാണ്. കോഴിക്കുഞ്ഞിന്റെ വില വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഉൽപാദന ചെലവ് പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ള ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം. ഗവൺമെന്റ് വൺ ടൈം ടാക്സ് പോലെയുള്ള, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ടാക്സും ലൈസൻസിന്റെയും അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ഒക്കെ ഫീസുകൾ വർദ്ധിപ്പിച്ചതും തന്നെ ഈ കാർഷിക മേഖലക്ക് വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. അടിയന്തരമായി ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് കോഴി വളർത്തൽ മേഖലയെ കാർഷിക വൃത്തിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റു ടാക്സുകളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് കർഷകർക്ക് വേണ്ട സഹായങ്ങൾ കൃത്യമായിട്ട് നൽകണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ആവശ്യപ്പെടാറുള്ളത്. പല ചെറുകിട ഫാമുകളും പുതിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കുന്നത് കുറയ്ക്കുകയോ താൽക്കാലികമായി ഫാം അടയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്ന കുഞ്ഞുങ്ങളെ വളർത്തിയ ശേഷം വിപണിയിൽ ചെലവിന് അനുസരിച്ചുള്ള വില ലഭിക്കാത്ത അവസ്ഥ കർഷകരെ വൻ നഷ്ടത്തിലാക്കുന്നു. തീറ്റ, മരുന്ന്, വൈദ്യുതി, വെള്ളം, തൊഴിലാളികളുടെ വേതനം, ഗതാഗതം, പരിപാലനം, ബാങ്ക് പലിശ എന്നിവ കൂട്ടിച്ചേർത്താൽ ഉൽപാദന ചെലവ് ഉയരുകയാണ്. തുടർച്ചയായി ചെലവ് ഉയരുമ്പോഴും അതിനനുസരിച്ച് ഫാം റേറ്റിൽ വില ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. കോഴിഫാം മേഖലയിൽ സർക്കാർ ഏർപ്പെടുത്തിയ ലൈസൻസ് സമ്പ്രദായങ്ങളും നികുതി ഭാരങ്ങളും ഇന്ന് ഈ മേഖലയിലുള്ളവർ നിർത്തിപ്പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മുൻകാലങ്ങളിലേക്കാളും രോഗഭീഷണിയും വലിയ രീതിയിൽ മരണനിരക്കും കോഴി കർഷകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്.